പ്രൈസ് ദി ലോർഡ്. ഈ മതിലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു മാറുന്നില്ലേ? ഇതുപോലെയൊക്കെ നീതി നിറവേറുന്നില്ലേ? ഇതെല്ലാം എങ്ങനെയാണ് നടക്കണത്? അതിനൊക്കെ കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് ഉണ്ട്. ഒരു വിഷയം പ്രാർത്ഥനയ്ക്ക് വിസിബിളായി വരണത് അതിൻ്റെ കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് ഉള്ളപ്പോഴാണ്. എൻ്റെ പ്രത്യേക വചനങ്ങളുള്ളത് കൊണ്ടാണ്. എന്താണ് എൻ്റെ വചനം? നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. അതാണ് സംഭവം. നീതി അതിൻ്റെ ഇപ്പം കൈകേറി നമ്മുടെ വസ്തു ഇപ്പോൾ കൈകേറി അതിൽ അധികാരം സ്ഥാപിക്കണം എന്താണ്? അനീതിയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ അനീതി ഉണ്ടായ അനീതി സഹിക്കണം തന്നെയല്ല. ഒരു സ്ഥലത്ത് മാത്രമാണ് തിമോത്തി 2:6 വൈ കാൺട്ട് യു സഫർ ഇൻജസ്റ്റിസ് എന്ന് ചോദിക്കുന്ന ഒരു വചനമുണ്ട്. കൊറിന്ത്യസിലുണ്ട് അതുപോലെയുള്ള വചനം. അതായത് എൻ്റെ 1 കൊറിന്ത്യസ് 2:6 അതായത് വൈ കാൺട്ട് യു സഫർ ഇൻജസ്റ്റിസ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് അനീതി സഹിച്ചുകൂടാ എന്ന് പറയുന്നത് രക്തസാക്ഷിത്വത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് പറയുന്നത്. നിത്യതയ്ക്ക് വേണ്ടി ചില അനീതികളെ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരു വിശ്വാസി വേദസാക്ഷി ഏറ്റെടുക്കാവുന്നതാണ്. അതാണ് അവിടുത്തെ ഒരു ഇത്. പക്ഷേ എല്ലാ കാര്യവും നിത്യതയ്ക്ക് വേണ്ടിയല്ല. ചില കാര്യങ്ങൾ അനീതികൾ വരുമ്പോൾ നീതിക്ക് വേണ്ടി നമുക്ക് വിശക്കാം. അതാണ് മത്തായി 5:6. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. നീതിക്ക് വേണ്ടി വിശക്കുകയും എന്ന് പറഞ്ഞ് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെ ഭാഗ്യവാന്മാർ. അവർ സംതൃപ്തരാക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് അനീതി വന്നാൽ തീർച്ചയായിട്ടും ദൈവതിരുസന്നിധിയിൽ അതിനു വേണ്ടി വിശക്കാം, ദാഹിക്കാം. എന്ത് തരത്തിലുള്ള അനീതിയായാലും. ഇപ്പോൾ ഓഫീസിലൊക്കെ എന്തുമാത്രം അനീതി അനുഭവിക്കണം നമ്മൾ. ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് അനീതി അനുഭവിക്കണില്ലേ? ചില ആൾക്കാർക്ക് പെൻഷൻ കിട്ടാത്തതിൻ്റെ കാരണം ക്ലർക്കുമാർ വരെ അനീതി കാണിച്ചിട്ടാണ്. അങ്ങനെ കുറേ അനീതികൾ പല സ്ഥലങ്ങളിലും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ചിലർക്ക് ഇൻക്രിമെൻ്റ് ഇല്ല, ചിലർക്ക് ബോണസ് കിട്ടണില്ല, ചിലരുടെ രേഖകൾ തിരുത്തുന്ന ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ചില പ്രമാണം തിരുത്തുന്നവരുണ്ട്, പ്രമാണം എടുത്തു മാറുന്നവരുണ്ട്, പ്രമാണം വാങ്ങിച്ച് കൈവച്ചിട്ട് പിന്നെ കണ്ടില്ല കളഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ഭാഗോടമ്പടി നടത്താത്തവരുണ്ട്. ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് അനീതി മനുഷ്യൻ അനുഭവിക്കുന്നത്. അതെല്ലാം ഉടമ്പടിയുടെ സബ്ജക്റ്റാണ്. നിനക്ക് നീതിക്ക് വേണ്ടി വിശക്കാം. അനീതി അനുഭവിക്കുന്നവരെല്ലാവരും ഏതെല്ലാം തരത്തിലാണ് നീ അനീതി അനുഭവിക്കുന്നത്, അത് നീതിക്ക് വേണ്ടി നീ വിശക്കാം. കാര്യം നിൻ്റെ പക്ഷം ദൈവം ചേർന്ന് നിൽക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് മത്തായി 5:6 എന്ന് പറഞ്ഞ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. അവർ സംതൃപ്തരാക്കപ്പെടും. അത് പരിശുദ്ധ അമ്മയുടെയും പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണത്. സ്വസ്ത്രഗീതത്തിൽ പരിശുദ്ധ അമ്മയും വിശക്കുന്നവരെ അവിടുന്ന് സദ്വിഭവങ്ങൾ കൊണ്ട് നിറച്ചു അല്ലേ? പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ സ്വസ്ത്രഗീതത്തിലും അതേ പ്രാർത്ഥനയുണ്ട്. ലൂക്ക 1:53 എന്ന് പറഞ്ഞ വിശക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് അവിടുന്ന് നിറച്ചു. സമ്പന്നരെ വെറും കൈയായി പറഞ്ഞയച്ചു. അപ്പം എല്ലാം തികഞ്ഞവരാണെങ്കിൽ നമുക്ക് വെറും കൈയോടെ നിൽക്കേണ്ടി വരും ഇല്ലേ? അപ്പോൾ ചില തികയാതെ നിൽക്കുന്നവരും ചില പോരായ്മ ഉള്ളവരും ശരിക്കും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ യോഗ്യതയാണ് നമ്മുടെ പോരായ്മകൾ. മനസ്സിലായില്ലേ? ഏതെങ്കിലും തരത്തിൽ നമുക്ക് പോരായ്മ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചില ഇന്നാളൊരു അമ്മ ഒന്ന് സാക്ഷ്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? അവരുടെ മകളുടെ ഒരു പോരായ്മയെ എന്താ, ഇങ്ങനെ ആണി പോലെ മുഖത്ത് മൊത്തം കുരുക. അപ്പം ഞാൻ എപ്പോഴും ആ സാക്ഷ്യം ഓർക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കല്യാണമൊന്നും നടക്കണില്ല.
അവിടെ മുഖത്ത് ഒന്ന് പ്രാവശ്യം നോക്കിയാൽ രണ്ടാമത്തെ പ്രാവശ്യം ആരും നോക്കത്തില്ല. അതുകൊണ്ടാണ് കല്യാണം നടക്കാത്തത്. അവൾ നാട്ടിലില്ല, സൗദിയിലാണ്. പക്ഷെ അമ്മ പൊൻകൂത്തുനിന്ന് ഈ വഴി അറിയാൻ പാടില്ലാത്ത ആൾ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ ഈ സ്ഥലം കണ്ടുപിടിച്ചെടുത്തിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ നിൻ്റെ മുഖം എന്ത് സുന്ദരമാണ്. ആ പ്രാർത്ഥന ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ആ സാക്ഷ്യം. അമ്മേ നിൻ്റെ മുഖം എന്ത് സുന്ദരമാണ്, അതുപോലെ എൻ്റെ മകളുടെ മുഖം സുന്ദരമാക്കണമെന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സൗദിയിൽ നിന്ന് അവളെ അവൾ അമ്മയെ വിളിച്ചിട്ട് പറയും, അമ്മേ എൻ്റെ മുഖക്കുരുവൊന്നും കാണാനില്ല, ഞാൻ തോർത്ത് നനച്ച് തുടച്ചപ്പോഴെല്ലാം അടന്നു പോയെന്ന്. എത്ര പ്രാവശ്യം അവൾ തോർത്തെല്ലാവരും കുപ്പിച്ചിലും സാൻഡ് പേപ്പറും വെച്ച് വരെ ഉരച്ചിട്ടുണ്ട് കാലത്ത്, ഇന്ന് വരെ അടന്നിട്ടില്ല. പക്ഷെ അമ്മയുടെ കൺസെൻ്റ് ഉണ്ടെങ്കിൽ എല്ലാം അടർന്നു പോകും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ലൂക്ക 1:30-53 സ്വസ്ത്രഗീതം, അമ്മയുടെ സ്വസ്ത്രഗീതം. അവിടുന്ന് വിശക്കുന്നവരെ ഏറ്റുപറഞ്ഞ് സദ്വിഭവങ്ങൾ കൊണ്ട് നിറച്ചു. സമ്പന്നരെ പറഞ്ഞയച്ചു. ഇതാര് പറഞ്ഞ വചനമായ? ഇപ്പം ഇത് പറഞ്ഞ് സത്യം പറഞ്ഞാൽ നീതിക്ക് വേണ്ടി വിശക്കുന്നവരെന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിണി കിടക്കുന്നവരെന്ന് മാത്രമല്ല അർത്ഥം. നീതിക്ക് വേണ്ടി വിശക്കുന്നവരും സദ്വിഭവങ്ങൾ കൊണ്ട് നിറക്കും. കർത്താവ് നീതി വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറയണത്? നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞല്ലേ, ഇല്ലേ? അത് മത്തായി 5:6. ആ മത്തായി 5:6 മറിയത്തിൻ്റെ സ്വസ്ത്രഗീതമായ ലൂക്ക 1:53 കണക്ട് ചെയ്യേണ്ടത്. അവിടെ എന്താണ്? വിശക്കുന്നവരെ, അതായത് നീതിക്ക് വേണ്ടിയായാലും ആഹാരത്തിന് വേണ്ടിയായാലും എന്തിനു വേണ്ടിയായാലും ആഗ്രഹിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് ദൈവം നിറക്കും. അതാണ് ഉടമ്പടി കൊണ്ടെല്ലാം നടക്കുന്നത്. ഉടമ്പടി കൊണ്ടെല്ലാം നടക്കാൻ കാര്യം എന്താണ്? ഏതെല്ലാം മേഖലയിലാണോ നീ അനീതി അനുഭവിക്കുന്നത്, നീതിക്ക് വേണ്ടി വിശക്കണത്, അവിടെ എല്ലാം നിനക്ക് സംതൃപ്തി ഉണ്ടാകും. അത് പ്രവചനമാണ്, വാഗ്ദാനമാണ്. ആരുടെ വാഗ്ദാനമാണ്? പിതാവിൻ്റെ വാഗ്ദാനമാണ്. ഇങ്ങനെ പല വാഗ്ദാനങ്ങളെ തലമുറയായി നമ്മുടെ പിതാക്കന്മാരോട് എബ്രാഹിം മുതൽ ദൈവം അരുളിച്ചെയ്തിട്ടുണ്ടെന്നാണ് പിന്നീട് അമ്മ പറയണത്. ലൂക്ക 1:54-55. ആ കാരുണ്യത്തെ അനുസ്മരിക്കണമേ എന്ന്. ഉടമ്പടിക്ക് അമ്മ വിളിക്കണ പേര് വാഗ്ദാനമെന്നാണ്. വാഗ്ദാനത്തെ അന്തസത്ത അമ്മ അടയാളപ്പെടുത്തുന്നത് കാരുണ്യമെന്നാണ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരുടെ മേലെ ദൈവം വാഗ്ദാനം പാലിക്കുന്നുണ്ടെങ്കിൽ അത് കാരുണ്യം കൊണ്ടാണെന്നാണ് അമ്മ പറയണത്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല. എന്ന് കൈ അടിച്ച് കർത്താണ് സ്വരലിയ കരങ്ങളുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് അപ്പോഴാ വാഗ്ദാനം. അതുകൊണ്ടാണ് എലിസബത്ത് അമ്മ ഈ സ്വസ്ത്രഗീതമെല്ലാം പറയണത്. എന്തുകൊണ്ടാണ്? എലിസബത്തിൻ്റെ ഒറ്റ വാക്കുകൊണ്ടാണ്. മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങള് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പോഴാണ് മറിയ സ്വസ്ത്രഗീതം പാടുന്നത്, ഇല്ലേ? എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാ പറയണത്. ലൂക്ക 1:45 കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ. ഇപ്പം കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിന്നീട് അമ്മ പറയണത്. കർത്താവ് അരുളി ചെയ്തത് എന്താണ്? നീതിക്ക് വേണ്ടി വിശക്കുന്നവരെ,
നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവരെ, വിശക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് നിറക്കുമെന്ന്. അതാര് അരുളി ചെയ്തതാണ്? പരിശുദ്ധാത്മാവ് നിറയുമ്പോഴേ പുത്രൻ തമ്പുരാൻ്റെ മനുഷ്യാവതാരത്തിന് മുമ്പ് യഹൂദന്മാരെ കർത്താവെന്ന് വിളിച്ചത് ആരെയാണ്? പിതാവായ ദൈവത്തെയാണ്. പിതാവായ ദൈവം അരുളി ചെയ്ത കാര്യങ്ങളാണ് നിറവേറുമെന്ന് അമ്മ വിശ്വസിക്കണത്. പിതാവായ ദൈവം അരുളി ചെയ്ത കാര്യം എന്താണ്? വിശക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് നിറക്കും. അതാണ് സങ്കീർത്തനം 107:9. ഞാനങ്ങനെ ഓർക്കുകയായിരുന്നേ, അമ്മ ഈ സങ്കീർത്തനമൊക്കെ ഇങ്ങനെ കാണാതെ പ്രാർത്ഥിച്ച് അഭിഷേകം നേടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം 107:9 അമ്മ പറയണത്. എന്താണ്? വിശക്കുന്നവരെ, അതാണ് കർത്താവ് അരുളി ചെയ്തത്. എലിസബത്ത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളാണ് അമ്മ പറയണത്. കർത്താവ് എന്താ അരുളി ചെയ്തത്? സങ്കീർത്തനം 107:9 കർത്താവ് അരുളി ചെയ്തത്, പിതാവായ ദൈവം അരുളി ചെയ്തത് എന്താണ്? വിശക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് നിറക്കും. ഇപ്പോഴേ ഈ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുന്ന വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അതിൽ ഈശോ മാത്രമല്ല, പിതാവായ ദൈവവും അതിനെ കാലാകാലങ്ങളായി ഉടമ്പടി പ്രകാരം ചെയ്ത വാഗ്ദാനമാണ്. വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് സംതൃപ്തി. അത് പിതാവായ ദൈവത്തിൻ്റെ കാലം മുതലുള്ള വാഗ്ദാനമാണ്. ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പാലിച്ചുകൊണ്ട് നമ്മളിപ്പോൾ സാക്ഷ്യം പറയണത്. കൈ അടിച്ചു കർത്താണ്. ഓരോ വ്യക്തികൾ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. എൻ്റെ പേര് അമല ജോർജ്. ഞാൻ വരുന്നത് ആനന്ദ്, ഗുജറാത്തിൽ നിന്നാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം ഉടമ്പടി എടുത്തത് അമ്മയായിരുന്നു. അമ്മ 2019 ഉടമ്പടി എടുത്തത്. അന്ന് തൊട്ട് ഞാനും ഉടമ്പടി ജീവിതം തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്കന്ന് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു, നീയും ഉടമ്പടി ജീവിതം ജീവിക്കണം. അതനുസരിച്ച് ഞാനും ഉടമ്പടി ജീവിതം ജീവിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഏത് കോളേജിൽ MSc പോകണം എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു. അപ്പോൾ മാതാവ് എനിക്കൊരു കോളേജ് പറഞ്ഞു തന്നു. ഞാൻ ആ കോളേജിൽ തന്നെയാണ് MSc പോയത്. പക്ഷേ ഞാൻ വിചാരിക്കുന്ന അത്രയും എളുപ്പമല്ലായിരുന്നു. അവിടെ എനിക്ക് ഭയങ്കര പീഡനമായിരുന്നു. എൻ്റെ ഡീനായിരുന്ന മാഡം ഒരു ദിവസം മീറ്റിങ്ങിൽ വിളിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഫെയിലാക്കും, എന്ത് സംഭവിച്ചാൽ ഞാൻ നിന്നെ സഹായിക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. എനിക്ക് അന്ന് തൊട്ട് ഭയങ്കര പേടിയായി. അവർ എന്നെ ഡീറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ വരെ തുടങ്ങി. എന്തുകൊണ്ടാണ്? ഞങ്ങൾ തമ്മിൽ പേഴ്സണലായിട്ട് ഒരു വൈരാഗ്യവും ഇല്ല. അതിനു മുന്നേ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അവർക്ക് എന്തുകൊണ്ടാണ് എന്നോട് വൈരാഗ്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് കാരണം ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പഠിക്കുന്നൊരു കൊച്ചായിരുന്നു. പക്ഷേ എൻ്റെ പേടി കയറി എന്നെ മൂടിക്കളഞ്ഞു. അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് പോയി. പരീക്ഷ എഴുതുമ്പോഴും എനിക്കിത് തന്നെയായിരുന്നു പേടി. ഇപ്പം എന്നെ ഇറക്കിക്കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ജീവിതം ഇനി എന്താവും? അങ്ങനെ ഇരിക്കുമ്പോൾ പേടി കാരണം ഞാൻ പഠിച്ചത് മുഴുവൻ ഞാൻ മറന്നുപോയി. അങ്ങനെ ഇരിക്കെ ഞാൻ ഉടമ്പടിക്കാശ്രമം ഇട്ടുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. ഞാൻ ഉടമ്പടിക്കാശ്രമം തൊട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, ഞാൻ നിർത്തുക എൻ്റെ പഠിത്തം. ഞാൻ ഇനി മുന്നോട്ട് പഠിക്കുന്നില്ല. എനിക്ക് പീഡനം സഹിക്കാനാവില്ല. ഞാൻ പേന ക്ലോസ് ചെയ്ത് ആൻസർ ഷീറ്റ് കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം ഞങ്ങളുടെ സൂപ്പർവൈസർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്കറിയാവുന്നത് എഴുത്. എനിക്ക് പെട്ടെന്ന് എന്തോ അത് അമ്മ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അതനുസരിച്ച് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പം എൻ്റെ മനസ്സിൽ ഒരു വ്യക്തി സംസാരിക്കുന്ന പോലെ എല്ലാ ആൻസേഴ്സും, ഈ ക്വസ്റ്റ്യൻ ചെയ്ത്, ഈ ക്വസ്റ്റ്യൻ ഈ ആൻസർ ചെയ്ത് എന്ന് പറയാൻ തുടങ്ങി. ഞാൻ എഴുതി റിസൾട്ട് വന്നപ്പം ഞാൻ യൂണിവേഴ്സിറ്റി ടോപ്പറായിട്ടാണ് പാസ്സായത് ആ സെമിസ്റ്റർ. അത് കഴിഞ്ഞുള്ള സകല സെമിസ്റ്ററിലും ഞാൻ യൂണിവേഴ്സിറ്റി ടോപ്പറായിരുന്നു. അങ്ങനെ ഇരിക്കെ MSc ഫൈനൽ സെമിസ്റ്റർ വന്നപ്പം ഞങ്ങൾ 6 months ഡെസർട്ടേഷൻ പീരീഡ് ഉണ്ടായിരുന്നു. എൻ്റെ ഡെസർട്ടേഷൻ ഗൈഡ് അത്യാവശ്യം നിരീശ്വരവാദിയായിരുന്നു. അവർക്ക് ദൈവത്തിലൊന്നും വിശ്വാസമില്ലായിരുന്നു. ഞാൻ എന്നും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവർക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു. അവരതുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അവർ മെൻ്റലി എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുകയും എനിക്ക് വർക്കൊക്കെ ഒത്തിരി ഓവർലോഡാക്കി തരികയും ചെയ്യും. അവരെന്നോട് പറയും, നീ രാവിലെ 7 മണിയാകുമ്പോൾ വരണം, വർക്ക് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റത്തില്ല.
കാരണം ഞാൻ എന്നും രാവിലെ കുർബാനയ്ക്ക് പോകുന്ന ഞാൻ കുർബാന കഴിഞ്ഞ് വരാം, അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഞാൻ ഈവനിങ്ങിൽ ഓവർ ടൈം ചെയ്തോളാം, പക്ഷെ രാവിലെ ഞാൻ വരത്തില്ല, എനിക്ക് എൻ്റെ കുർബാന കളയാൻ പറ്റത്തില്ല, ടീച്ചർ പറയുന്ന അത്ര ഞാൻ ഓവർ ടൈം ചെയ്തോളാം. അവരെന്തൊന്നും നിന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ അടിയിൽ PhD ചെയ്യുന്ന വേറൊരു ചെറുക്കനുണ്ടായിരുന്നു. ഇതേ ടോർച്ചർ കാരണം അവൻ പ്രൊജക്റ്റ് പാതി വഴിക്ക് നിർത്തിയിട്ട് അവൻ ഓടിപ്പോയി. അപ്പം ടീച്ചർ ആ പ്രൊജക്റ്റും കൂടെ എൻ്റെ തലയിലിട്ടു. അത് കാരണം എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി. കാരണം എനിക്ക് എൻ്റെ പ്രൊജക്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ കൂടെ അവൻ്റേതും. ഞാൻ എത്ര ചെയ്ത് കൊടുത്താലും, ഞാൻ എന്ത് ചെയ്താലും അവരത് എല്ലാം എറിഞ്ഞു കളയുമായിരുന്നു. ഇത് പറ്റത്തില്ല, ഇത് ശരിയല്ല, ഇത് ശരിയല്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ പോകുമ്പോൾ എല്ലാം എൻ്റെ കൂട്ടുകാർ എന്നെ നോക്കി കളിയാക്കുകയാണ്. അവളെന്നും പള്ളിയിൽ പോകും, അവളെന്നും പ്രാർത്ഥിക്കും, എന്നിട്ട് അവളെ ദൈവം സഹായിക്കുന്നില്ലല്ലോ, അവളിപ്പോഴും സഹിക്കുമല്ലേ. അപ്പോൾ ഒക്കെ എനിക്ക് വിഷമമാണ്. പക്ഷെ ഞാൻ അവരോട് മുഖത്ത് നോക്കി പറയും, എൻ്റെ ദൈവത്തിന് എന്നെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്, അതെന്താണ് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ ഇന്ന് കരഞ്ഞാലും സാരമില്ല, എൻ്റെ ദൈവം ചെയ്യേണ്ടത് ചെയ്യും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ വീട്ടിൽ വന്ന് ഞാൻ അമ്മയെ നോക്കുമ്പോൾ, ഞാൻ കൃപാസന മാതാവിനെ നോക്കുമ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ കരയുക മാത്രമേ ചെയ്യൂ. ഞാൻ മാസങ്ങൾ അങ്ങനെ ഇരുന്ന് കരയുവാൻ. അമ്മ എനിക്കറിയത്തില്ല ഇനി എന്ത് ചെയ്യണം, ഇനി 3 മാസം കൂടെ ബാക്കിയുള്ളൂ. എനിക്ക് എൻ്റെ പ്രൊജക്റ്റ് എൻ്റെയും അല്ല ആ ചെറുക്കൻ്റെയും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. ഞങ്ങൾ 2 പേരുടെ പ്രൊജക്റ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, എങ്കിലേ എനിക്ക് സമയത്ത് എൻ്റെ ഡിഗ്രി കിട്ടുകയുള്ളൂ. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ എപ്പോഴും പഠിക്കുമ്പോൾ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റ് എൻ്റെ അടുത്ത് വെക്കും. ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാനൊരു വ്യക്തിയോട് ചോദിക്കുന്ന പോലെ ഞാൻ അമ്മയോട് ചോദിക്കാം, അമ്മ എനിക്കിത് ഡൗട്ടാണ്, അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പം അമ്മ ഒരു വ്യക്തി സംസാരിക്കുന്ന പോലെ തന്നെ എനിക്ക് കൃപാസന മാതാവിൻ്റെ സ്വന്തം അമ്മ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീലായിട്ടുള്ളത്. അമ്മ എന്നോട് എങ്ങനെ വരുന്നോ അതുപോലെ തന്നെ മോളെ ഇത് ചെയ്യണം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കും ഞാൻ ലാപ്ടോപ്പിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടെങ്കിൽ എനിക്ക് ഇനി എന്ത് ചെയ്യണം. അപ്പം പെട്ടെന്ന് ഞാൻ സെർച്ച് പോലും ചെയ്യാത്തൊരു പേപ്പർ പെട്ടെന്ന് എൻ്റെ വെബ് പേജിൽ വന്നു. ഞാൻ അത് തുറന്നു വായിക്കാൻ തുടങ്ങി. അപ്പം അമ്മ എന്നോട് മനസ്സിൽ പറഞ്ഞു, ഈ പേപ്പറിൽ ഏത് മെത്തേഡ് കാണിക്കണോ നീ കണ്ണടച്ചത് ഫോളോ ചെയ്യുക. ഞാനത് ഫോളോ ചെയ്തു. വെറും 3 ആഴ്ചകൾക്കുള്ളിൽ ഞാൻ എൻ്റെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. 2 ആഴ്ചകൾക്കുള്ളിൽ ഞാൻ എൻ്റെ ഡെസർട്ടേഷൻ തീസിസ് മുഴുവൻ എഴുതി ഞാൻ സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ നല്ല മാർക്കോടെ പാസ്സാകുകയും അത് മാത്രമല്ല എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗോൾഡ് മെഡൽ വരെ കിട്ടുകയും ചെയ്തു. ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ടോപ്പറാണ്. കാരണം മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതുവരെ ഇത്രയും മാർക്കും ഇതും ആർക്കും കിട്ടിയിട്ടില്ല. അത്ര ഒരു മാർക്ക് തന്നാണ് അമ്മ എന്നെ മാസ്റ്റേഴ്സ് പാസ്സാക്കിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് PhD ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ PhD ഏത് വിഷയത്തിൽ ചെയ്യണമെന്നും ഏത് വിഷയം ചെയ്താലാണ് മുന്നോട്ട് സ്കോപ്പ് ഉള്ളതെന്നും എനിക്ക് തീരെ ഉറപ്പില്ലായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അമ്മേ ഞാൻ ഇനി എന്ത് ചെയ്യും, അമ്മ ഏത് വിഷയം എടുക്കണം എനിക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കെ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, ഈ ഗവൺമെൻറ്റിന് ഇപ്പം പൈസയൊന്നുമില്ല, അതുകൊണ്ട് നീ ഏത് ഫണ്ട് പ്രതീക്ഷിച്ചിരിക്കണോ ആ ഫണ്ട് സെൻട്രൽ ഗവൺമെൻറ് മിക്കവാറും നിർത്തിക്കളയും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഇവിടെ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ പ്രാർത്ഥന തുടങ്ങുന്നത്. അപ്പം ഞാൻ ഡെയിലി ബ്രെഡ് എന്നും കൂടുമായിരുന്നു. ഞാൻ ഡെയിലി ബ്രെഡ് കരഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുവാൻ, അമ്മ എനിക്ക് ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല, അമ്മ എനിക്ക് PhD എടുക്കണം, എനിക്ക് ആകെ കിട്ടാൻ ചാൻസ് ഉള്ള ഈ ഒരു ഫണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ ഞാൻ 1 വർഷം എഴുതുന്ന ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി പാസ്സാണ്, അമ്മ എനിക്ക് 1 വർഷം കളയാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുകയും ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 6 മാസത്തിനുള്ളിൽ ആ ഫണ്ട് ഓപ്പൺ ആവുകയും എനിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും എന്നവർ പറഞ്ഞു. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയി ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്യാൻ പോയി. അപ്പോഴും എൻ്റെ ഡീൻ ഇച്ചിരി ഇടങ്ങേറായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ എൻ്റെ HOD സംസാരിച്ചപ്പോൾ എൻ്റെ HOD പറഞ്ഞു, നിൻ്റെ സകല ഡോക്യുമെൻറ്റ്സും ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫീസിലായിരിക്കുന്നത്, മാഡത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സും ഇല്ല, നീ നേരെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് നോക്കൂ. ഇവർ ഒത്തിരി ശ്രമിച്ചു നിന്നെ ഗോൾഡ് മെഡലിസ്റ്റ് ആക്കാതിരിക്കാൻ, നിന്നെ ഇറക്കിക്കളയാൻ എല്ലാം അവർ ശ്രമിച്ചു. പക്ഷേ എന്തെന്നറിയത്തില്ല, പെട്ടെന്നൊരു ദിവസം ഞങ്ങൾക്ക് കോള് വരികയും യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളോട് പറയുകയും ഈ കൊച്ചിൻ്റെ സകല ഡോക്യുമെൻറ്റ്സ് ഇനി ഞങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പെട്ടെന്ന് യൂണിവേഴ്സിറ്റിയിൽ ചെന്നു. അവരെന്നോട് നല്ല രീതിയിൽ ഇടപെട്ടു. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, 2 ദിവസത്തോളം നിനക്ക് വേണ്ട സകല സർട്ടിഫിക്കറ്റും ഞങ്ങൾ തരാമെന്ന് പറയും. അപ്പം എൻ്റെ ടീച്ചർ എന്നോട് ചോദിച്ചു, നീ ഏത് വിഷയത്തിലാണ് PhD എടുക്കുന്നത്? ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ സബ്ജക്റ്റായിരുന്നു ന്യൂറോ സയൻസും ഞാൻ പഠിച്ച മാസ്റ്റേഴ്സും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ പഠിച്ചത് മൈക്രോബയോളജിയാണ്. എന്നോട് മാതാവ് മനസ്സിൽ പറഞ്ഞാൽ നീ ന്യൂറോ സയൻസിൽ PhD എടുക്കാനാണ്. ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, എന്നോട് ഇങ്ങനെ മാതാവ് എനിക്കിങ്ങനെ മനസ്സിലായി, ഞാൻ ന്യൂറോ സയൻസിൽ PhD എടുക്കും. അപ്പം മാഡം ചോദിച്ചു, എടി നീ പഠിച്ച വിഷയവും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല, നിൻ്റെ ഇത് മുഴുവൻ മൈക്രോബയോളജി, നിനക്ക് എങ്ങനെ ന്യൂറോ സയൻസിൽ കിട്ടും?
അപ്പോൾ എനിക്ക് വിഷമമായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കറിയത്തില്ല ഇതെങ്ങനെ കിട്ടും, പക്ഷെ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പ്രൊജക്ട് പ്രപ്പോസൽ എഴുതാൻ. ഞാൻ എന്ത് എഴുതിയിട്ടും ശരിയാകുന്നില്ല. അപ്പം ഞാൻ അപ്പോഴും മാതാവിൻ്റെ ലോക്കറ്റ് എപ്പോഴും എൻ്റെ കൂടെ, ഞാൻ എന്ത് വായിച്ചാലും പഠിച്ചാലും ആ ലോക്കറ്റ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഇനി 25-ാം തീയതി ക്രിസ്മസാണ്, എനിക്ക് ക്രിസ്മസ് ദിവസം തന്നെ എൻ്റെ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യണം. അപ്പം അതിനുള്ളിൽ അമ്മ എനിക്ക് ഒരു പ്രൊജക്ട് പ്രപ്പോസൽ തയ്യാറാക്കി തരണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു വ്യക്തി സംസാരിക്കുന്നുണ്ട്. ആരോ എനിക്ക് മുഴുവൻ ഡിക്റ്റേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഞാൻ എന്തൊക്കെ ആ ഡിക്റ്റേഷനിൽ എനിക്ക് കിട്ടിയോ അത് മുഴുവനാണ് ഞാൻ ആ പ്രപ്പോസലിൽ എഴുതിയത്. ആ പ്രപ്പോസൽ ഞാൻ എഴുതുകയും 25-ാം തീയതി തന്നെ ഞാനത് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് അതിൻ്റെ ഒരു പ്രിൻറ്റ് കോപ്പി ഞാൻ എടുത്തു. എന്നിട്ട് എടുത്തിട്ട് ഞാൻ അതിൽ എഴുതി വെച്ചു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കാരണം എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റിൽ സെൻട്രൽ ഗവൺമെൻറ് എനിക്ക് ഫണ്ട് തരേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഇനി മാതാവേ ഉള്ളൂ. അപ്പം അച്ഛൻ കൃപാസന ഈ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് അച്ഛൻ എന്നും പറയുമായിരുന്നു, നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ എടുത്തു വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം ഡെയിലി ബ്രെഡിൽ. ഞാൻ അച്ഛൻ പറയുന്നതനുസരിച്ച് ഞാൻ സകല ഡോക്യുമെൻറ്റ്സും എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. അപ്പം ഡെയിലി ബ്രെഡിൽ ഞാൻ മാതാവിനോട് ഞാൻ പറയാം, അമ്മ ഞാൻ ഗുജറാത്തില്ല, എനിക്കിത് ഇവിടെ വന്ന് അമ്മയെ കാണിക്കാനോ ഒന്നും പറ്റത്തില്ല, പക്ഷെ അമ്മയ്ക്ക് എല്ലായിടത്തും പോകാമല്ലോ, അമ്മ പോകണം എനിക്ക് വേണ്ടി, എനിക്കിതല്ലാതെ വേറെ മാർഗമില്ല അമ്മ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ എഴുതിയതും അമ്മ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ചെയ്തതും. എല്ലാവരും എന്നോട് പറയാൻ കിട്ടത്തില്ല, പക്ഷെ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ആശ്രയം. ഇനി അതനുസരിച്ച് ഫെബ്രുവരി 14-ാം തീയതി 2025 എനിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിന് മെയിൽ വന്നു, നിൻ്റെ ഫണ്ട് സാങ്ഷൻ ആയിരിക്കുന്നു, നിനക്ക് ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും ഓൾ ഓവർ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി, അമ്മേ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോകണം, ഏത് ഗൈഡിൻ്റെ അടുത്ത് പോകണം, എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം മുന്നോട്ട്. കാരണം എനിക്കൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഞാൻ പോകുന്നിടത്ത് എൻ്റെ പള്ളിയിൽ പോകാൻ ആ വ്യക്തി തടയരുത്. എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകണം, എൻ്റെ കുർബാന ഒരിക്കലും മുടക്കം വരരുത്. എനിക്ക് പള്ളിയുടെ അടുത്ത് തന്നെ എനിക്കൊരു കോളേജും ഹോസ്റ്റലും എല്ലാം വേണം. എനിക്ക് പള്ളി വിട്ട് പറ്റത്തില്ല. ചെറുപ്പം തൊട്ട് ഞാൻ വളർന്നത് അങ്ങനെയാണ്. മഴയാണേലും വെയിലാണേലും എന്നെ അമ്മയും പപ്പായും എപ്പോഴും എന്നെ പള്ളിയിൽ കൊണ്ടുപോകും. റെയിൻകോട്ട് ഇട്ടോണ്ടാണേലും എന്നെ പള്ളിയിൽ കൊണ്ടുപോകും. പള്ളി ഞാൻ മുടക്കിയിട്ടില്ല. എനിക്കതുകൊണ്ട് അതില്ലാതെ പറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ ആദ്യം ഒരു യൂണിവേഴ്സിറ്റി ചുമ്മാ അപ്ലൈ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞാനത് വിട്ട് കളഞ്ഞായിരുന്നു പകുതി വഴിക്ക് തന്നെ. അമ്മ പിന്നെയും എന്നോട് പറഞ്ഞു, അതേ യൂണിവേഴ്സിറ്റി തന്നെ നീ അപ്ലൈ ചെയ്ത്, പക്ഷേ ഈ പ്രാവശ്യം നീ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ ആ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസേഴ്സിൻ്റെ പ്രൊഫൈൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സാറിൻ്റെ പ്രൊഫൈൽ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പിന്നെ ആ ശബ്ദം വന്നു, ഇതാ സാറ്, ഈ സാറിൻ്റെ പ്രൊഫൈൽ വായിക്കും, ഈ സാറിന് നീ മെയിൽ സെൻഡ് ചെയ്യും. അതനുസരിച്ച് ഞാൻ ആ സാറിൻ്റെ പ്രൊഫൈൽ വായിച്ചു. അതനുസരിച്ച് ഞാൻ ഒരു പ്രൊജക്ട് പ്രപ്പോസലും എൻ്റെ CV, എൻ്റെ സകല റിസൾട്ടും എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ എഴുതി ഒരു PDF പോലെ ആക്കിയിട്ട് ഞാൻ എന്നെ മെയിൽ ചെയ്തു. മെയിൽ ചെയ്തപ്പോഴും ഞാൻ ഇത്രമാത്രം പറഞ്ഞുള്ളൂ, ഞാൻ ഉടമ്പടി കാശ് രൂപം എടുത്ത് ആ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ വെച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. എന്നിട്ട് ഇത്രമാത്രം പറയുള്ളൂ, ഈ മെയിൽ ചെല്ലുന്നേക്കാളും സ്പീഡിൽ അമ്മ അവിടെ എത്തണം. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ സാർ എന്നെ കോൾ ചെയ്തു. അപ്പോൾ എനിക്ക് ഷോക്കായിപ്പോയി. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് ഒന്നും വായിച്ചിട്ടില്ല, കാരണം ഇതേ ഡോക്യുമെൻറ്റ്സ് ഇതിനു മുന്നേ എനിക്ക് കിട്ടി. ഞാൻ ആ CV ഉണ്ടാക്കിയിട്ട് വെറും 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ ആർക്കും അത് സെൻഡ് ചെയ്തില്ല. ഞാൻ ചോദിച്ചു, സാറിന് അത് എവിടെ നിന്ന് കിട്ടി? സാർ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ദന എന്ന് പറഞ്ഞൊരു ലേഡി വന്നു, നിനക്ക് വന്ദനേനെ അറിയാം? എനിക്കൊരു വന്ദനേനെ അറിയത്തില്ല, നീ നിൻ്റെ കോൺടാക്ട് ലിസ്റ്റിലൊക്കെ നോക്കും. ഞാൻ എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ നോക്കാം. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സകല കോൺടാക്ട് ലിസ്റ്റിലും തപ്പി, ആരാ ഈ വന്ദനേനെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ആ CV അവിടെ കൊണ്ട് ആ സാറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പിന്നെ ആ ലേഡിയെ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, അത് മാതാവായിരുന്നു. കാരണം നീയല്ല മാതാവിനോട് പറഞ്ഞ, നിൻ്റെ മെയിൽ ചെല്ലുന്നേക്കാളും പെട്ടെന്ന് മാതാവ് അവിടെ എത്തണം. അപ്പോൾ അത് മാതാവ് തന്നെയാണ് പോയത്. ഞാൻ അത് വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സാർ എന്നോട് പറഞ്ഞു, നീ വാ, ഇവിടെ വന്ന് എല്ലാം വിസിറ്റ് കാണ്, നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നീ എൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിനക്ക് പോകാം. ഞാൻ അവിടെ ചെന്നു, ഫെസിലിറ്റീസ് എല്ലാം കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു.
അതിലും എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ സാറിനോട് ഒറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. സാറ് എനിക്കെന്നും പള്ളിയിൽ പോകണം, ഞാൻ എന്നും കുർബാനയ്ക്ക് പോവും. സാറിന് അതിന് വല്ല എതിർപ്പുണ്ടോ? സാറിന് എതിർപ്പുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ല, ഞാൻ പോവും. സാർ എന്നോട് പറഞ്ഞു എനിക്കൊരു എതിർപ്പുമില്ല, നീ എന്നും പള്ളിയിൽ പോക്കോ. ഞാനും സാറ് ഒരു ഹിന്ദുവാണ്. അപ്പം സാറ് പറഞ്ഞു ഞാൻ എന്നും പള്ളിയിൽ പോകുന്നില്ല, പക്ഷെ ഞാൻ എല്ലാ ഞായറാഴ്ചയും ഞാനും പള്ളിയിൽ പോകാറുണ്ട്, എനിക്കൊരു കുഴപ്പവുമില്ല, നീ എന്നും പള്ളിയിൽ പോക്കോ. എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി. ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റും, അത്ര മാത്രമേ. ഞാൻ അവിടെ കയറി, എൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം നടന്നു, എല്ലാം സാറ് തന്നെ മുൻകൈ എടുത്ത് ചെയ്തു, എല്ലാം ഇത്ര സ്മൂത്തായിട്ട് നടന്നു. ഞാൻ അടുത്ത മാസം ഞാൻ ജോയിൻ ചെയ്യുകയാണ്. എനിക്ക് മാതാവ്, ഞാനൊരു സാധാ യൂണിവേഴ്സിറ്റി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് എനിക്ക് മാതാവ് മെഡിക്കൽ കോളേജിലാണ് തന്നത്. കാരണം എനിക്ക് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതിരിക്കെ മാതാവ് എനിക്ക് മെഡിക്കൽ കോളേജിൽ PhD ചെയ്യാൻ, അത് ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് അനുവദിച്ചു. ഞങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റും സെൻട്രൽ ഗവൺമെൻറ്, അതും ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടഡ് മെഡിക്കൽ പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിൻ്റെ പകുതി ഇന്ത്യയിലും പകുതി ഞങ്ങളുടെ ഹാഫ് കൊളാബറേറ്റേഴ്സ് ഇരിക്കുന്ന ഓസ്ട്രേലിയയിലുമാണ്. അപ്പോൾ സാർ പറഞ്ഞു നിനക്ക് വിദേശത്തോട്ട് പോകണമെങ്കിൽ ഞാൻ അതും നിനക്ക് സെറ്റാക്കി തരാം, നിനക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം. എല്ലാം തന്ന അമ്മയ്ക്കും തൃക്കുമാനും ഒത്തിരി ഒത്തിരി നന്ദി. ഞാൻ എന്നും ഞാനും അമ്മയും ഞങ്ങൾ ഒന്നിച്ചാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട് തന്നെ. ഞങ്ങൾ ക്രിസ്ത്യൻസിന് മാത്രമല്ല ഹിന്ദുസും അങ്ങനെ നോൺ മുസ്ലിംസ് എല്ലാവർക്കും ഞങ്ങൾ പേപ്പർ കൊടുക്കുമായിരുന്നു. ഞങ്ങൾ പേപ്പർ കൊടുക്കുമ്പോൾ ഏറ്റവും ആദ്യം പേപ്പർ കൊടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് പേപ്പർ കൊടുക്കുന്നത്. ഇത് അർഹതപ്പെട്ട വ്യക്തിയുടെ കയ്യിൽ ഈ പേപ്പർ എത്തണം. ആർക്കാണോ ദുഃഖങ്ങളുണ്ട്, ആർക്കാണോ ഒരു പ്രതീക്ഷ വേണ്ടത്, ആ വ്യക്തിയുടെ കയ്യിൽ തന്നെ ഈ പേപ്പർ എത്തണം എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പേപ്പർ കൊടുക്കുന്നതിന് മുന്നേ ആ വ്യക്തിയോട് ചോദിക്കും, ഈ പേപ്പർ മേടിക്കുന്നതിന് നിങ്ങൾക്ക് വല്ല എതിർപ്പുണ്ടോ? കാരണം പലരും പറയും പേപ്പർ മേടിച്ചിട്ട് ചുരുട്ടിക്കളയും, എറിഞ്ഞു കളയും. അപ്പം അതൊന്നും വരാതിരിക്കാൻ ഞങ്ങൾ ഏറ്റവും ആദ്യം അവരുടെ പെർമിഷൻ എടുക്കും. അവർക്ക് ഈ പേപ്പർ വേണോ, അവർക്ക് ഈ പേപ്പർ വാങ്ങുന്നതിന് കുഴപ്പമുണ്ടോ, അവരിത് വെക്കുമോ? അവർ യെസ് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ അവർക്ക് പേപ്പർ കൊടുക്കുക. ഞങ്ങൾ ഇൻ പേഴ്സൺ ഞങ്ങൾ എല്ലാ വ്യക്തികളുടെ അടുത്ത് പോയി ആണ് ഞങ്ങൾ ഈ വ്യക്തികൾക്ക് പേപ്പർ കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ കുറേ സ്ലം ഏരിയാസ് ഉണ്ട്. ഞങ്ങൾ ആ സ്ലം ഏരിയാസിൽ ഞങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ ഈ സ്ലം ഏരിയാസിൽ കൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യും. അപ്പം അവർക്ക് ഭയങ്കര സന്തോഷം. അവരെപ്പോഴും പറയും ഞങ്ങൾക്ക് ഭക്ഷണം ആവശ്യമുള്ളപ്പം ദൈവം കറക്റ്റ് സമയത്ത് നിങ്ങളെ അവിടെ എത്തിക്കും. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ പഴയ ഉടുപ്പുകൾ മേടിച്ച് അത് തേച്ച് നല്ലപോലെ ഫോൾഡ് ചെയ്ത് അത് പാക്ക് ചെയ്ത് ഞങ്ങളത് അവർക്ക് കൊണ്ട് കൊടുക്കും. ഇതെല്ലാം അതുപോലെ തന്നെ ഞങ്ങൾ രോഗികളെ സന്ദർശിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ കൃപാസനത്തിലെ തൈലം കൊണ്ട് അവരുടെ തലയെ പുരട്ടും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു. അതിനകത്ത് ഒരു ഞങ്ങൾക്ക് 2 സാക്ഷ്യമുണ്ട്. അമ്മ ഉടമ്പടി എടുത്ത് ഞാൻ 2019 ഉടമ്പടി എടുത്തത്. എനിക്കന്ന് ഉടമ്പടി എടുക്കുമ്പോൾ പ്രത്യേകിച്ചൊരു കാര്യങ്ങളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ ഒന്നും രീതിയിലല്ല ഞാൻ ഉടമ്പടി എടുത്തത് ഇച്ചിരി കൂടെ ദൈവത്തെ സ്നേഹിക്കാനും ഈശോയുടെ അമ്മയോട് അടുത്ത് നിൽക്കാനും, പിന്നെ എൻ്റെ മോള് വളർന്നു വരുന്ന അവളുടെ ആ പ്രായത്തിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ വല്ല തരത്തിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അവളെ കൂടുതലായിട്ട് ഈശോയോട് അടുപ്പിക്കണമെന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു എനിക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നത്. കാരണം ആദ്യമായിട്ടൊക്കെ അവൾക്ക് ഇച്ചിരി നല്ല ഫസ്റ്റ് ക്ലാസ്സിലെല്ലാം നല്ല മാർക്കും പിടിക്കുകയൊക്കെ ആയിരുന്നു. അവൾക്ക് തന്നെ സ്വയമായിട്ട് എന്തൊക്കെയോ ചെയ്യാമെന്നുള്ളൊരു ഇതൊക്കെ ആയി തുടങ്ങി. അപ്പം ഞാൻ പറയും മോളെ നമുക്ക് അമ്മ ഈശോ ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ഞാൻ നേടിക്കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ ഞാൻ കൊടുത്തതൊന്ന് മാത്രമേ ഉള്ളൂ, അമ്മയെ ഈശോയും ഉറച്ച് വിശ്വസിച്ച് ജീവിക്കണം. അമ്മ നടത്തും. അമ്മ ഇപ്പോൾ ഇവള് പറഞ്ഞതുപോലെ തന്നെ ഈശോ പറഞ്ഞു, അമ്മയുടെ സംസാരം കേട്ടുവോ എന്ന് കേട്ട് ജീവിക്കുക. അങ്ങനെ ഒരു സാഹചര്യമാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അത് ആ ഒരു ഫലം ഞാൻ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ലഭിച്ചത്, എനിക്കൊരു 2 വർഷമായിട്ടൊരു ഗ്യാസ് ആസിഡിറ്റി അസുഖമായിരുന്നു. അത് ഞാൻ ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കത് മാറിക്കിട്ടിയത്. അതുപോലെ തന്നെ എൻ്റെ മോള് കാർ ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോഴും അവിടെയും ഒക്കെ മാതാവിൻ്റേതായ ഒരു സംരക്ഷണമായിരുന്നു. അപ്പോഴമ്മ ആ സമയത്താണ് ഞാനിങ്ങനെ ഉടമ്പടി വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പം അവർക്ക് കേസാകും എന്നൊക്കെ പറച്ചിലായി. അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു, നിങ്ങൾ ആ ആശുപത്രി അവിടെ അടുത്തോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ഡോക്ടറെ കാണാൻ അയാളോട് പറഞ്ഞു ഞങ്ങൾ. അപ്പം പുള്ളി ഡോക്ടറെ അടുത്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതെല്ലാം കള്ളത്തരമായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി നല്ല ആരോഗ്യവാനായിട്ട് നടക്കുന്നു. അതെന്ന് വെച്ചാൽ
ഞാനിങ്ങനെ മയക്കത്തിൽ അമ്മ എന്നോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നീ ഹസ്ബൻഡിനെയും മോളെയും കൂട്ടി ഇന്ന് വൈകുന്നേരം തന്നെ അവിടെ പോകണമെന്ന് പറഞ്ഞു. ആ ഒറ്റ വാക്കാണ്. ഇവർ പറഞ്ഞു പോകണ്ട, അവരിങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞതെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു അല്ല, നമ്മളോട് അങ്ങോട്ട് പോകാൻ അമ്മ പറഞ്ഞു, അപ്പം നമ്മൾ അങ്ങോട്ട് പോയേ പറ്റൂ. അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ പോയി അവരെ കണ്ടു. അപ്പം പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കുന്നു. അന്നേരം അവർക്ക് നമ്മളോട് ഇഷ്ടക്കേടൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളത് സംസാരിച്ച് നിങ്ങൾക്ക് ഇനിയും ഞങ്ങൾ നഷ്ടപരിഹാരം തന്നെ അത് ഞങ്ങൾ തന്നേക്കാം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. 2 ദിവസം പിന്നെയും ഞങ്ങൾ വിളിച്ചു, നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും നഷ്ടപരിഹാരം തരണോ വേണ്ടയോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും തരണ്ട. ഞങ്ങളങ്ങനെ ഇത് അമ്മയുടെ ഒരു മാധ്യസ്ഥത്തിൽ തന്നെ ഞങ്ങൾ ഇതിൻ്റെ തന്നെ ഒഴിവ് കിട്ടി. അമ്മയും ഈശോയും വഴി ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ചെറുതും വരുന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അങ്ങനെയുള്ളതുണ്ട്. ഈശോയ്ക്കും തിരുക്കുമാരനും നന്ദി.